എള്ളിന്റെ എണ്ണയാണ്. എന്തിന്റെ എണ്ണ എടുക്കണേ? എള്ളെണ്ണ. എള്ളിൻ്റെ എണ്ണ. അതിലാണോ രുചി കൂട്ടണേ? മാർക്കറ്റിൽ ചെമ്പാ പുട്ടുപൊടി എന്നും പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്, പക്ഷേ യഥാർത്ഥത്തിൽ ഇതല്ല ചെമ്പാ പുട്ടുപൊടി. ലാസ്റ്റ് വരുന്ന പോയിന്റ് മാർക്കറ്റ് ആണല്ലോ. അതെങ്ങനെ റെഡിയാക്കി എടുത്തേ? പിന്നെ ജോലി ഇല്ല എന്നും പറഞ്ഞ് നിൽക്കേണ്ടുന്ന കാര്യമല്ല. എനിക്ക് നല്ല ഒരു ഏണിങ്സ് ഉണ്ട്. ആരുടെ മുമ്പിൽ കൈനീട്ടുണ്ടല്ലോ. സാറാസിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങളെ കമ്പനീനെ വെച്ച് പരിചയപ്പെട്ടപ്പോൾ എന്താ തോന്നിയത്? ഞങ്ങളെ പറ്റി എന്താ തോന്നിയിട്ടുള്ളത്? നല്ല ഡീലിങ്സ് ഒക്കെ, നല്ല ഡീലിങ്സ്. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് കൊല്ലത്താണ്. മഹിനിയം എന്ന് പറഞ്ഞ ഒരു ഫുഡ് പ്രോസസ്സിംഗ് കമ്പനിയിലേക്കാണ് വന്നിട്ടുള്ളത്. എൻ്റെ പേര് ലിസി ബാബു. ഞാൻ വർഷങ്ങളായിട്ട് ഹാർഡ്വെയർ ബിസിനസ്സിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ഫുഡ് പ്രോസസ്സിങ്ങിനോട് താല്പര്യം ഉണ്ടായപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു വർഷം കൊണ്ട് ചെയ്യുന്നു. അതിനു മുമ്പേ ഞാൻ ഇതൊക്കെ പിക്കിലൊക്കെ നല്ലതായിട്ട് ചെയ്യുമായിരുന്നു. ഞാൻ ഓസ്ട്രേലിയ പോയപ്പോൾ അവിടെ 2 വർഷത്തേക്ക് എന്നെ കൊണ്ട് അവർ അച്ചാർ ഇടിയിച്ചിട്ട് വെച്ചിട്ടാണ് വന്നത്. നമ്മുടെ മലയാളികൾ അവിടെ ഉള്ളവർ നമ്മുടെ അച്ചാർ വേണമെന്ന് പറഞ്ഞു. അതെ. അപ്പോൾ എങ്ങനെ നമ്മുടെ ബീഫിന്റെ പ്രോസസ്സ് വരുന്നത് ഒന്ന് പറയാൻ പറ്റുമോ? ബീഫ് നമ്മൾ കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്തിട്ട് 5 പ്രാവശ്യം കഴുകും. 5 പ്രാവശ്യം കഴുകും. 5 പ്രാവശ്യം കഴുകിയിട്ട് പിന്നെ വിനാഗിരി ഒഴിച്ചൊന്നുകൂടെ കഴുകും. അത് കഴിഞ്ഞിട്ട് ഈ മെഷീനിലാണോ നമ്മൾ ബീഫ് പ്രോസസ്സ് ചെയ്യണേ? അതെ. ഇതിന് വെള്ളം വറ്റിച്ച് കളഞ്ഞിട്ട് വറക്കും. നല്ലെണ്ണയിൽ വറക്കും. ഈ എണ്ണ നമ്മൾ തന്നെ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങുന്നതാണോ? ചക്കുണ്ട്. എള്ളിന്റെ എണ്ണയാണ്. എന്തിന്റെ എണ്ണ എടുക്കണേ? എള്ളെണ്ണ. എള്ളിൻ്റെ എണ്ണ. അതിലാണോ രുചി കൂട്ടണേ? രുചി കൂട്ടണത് അതാണോന്ന് അറിയത്തില്ല, പക്ഷേ എനിക്ക് വെളിയിൽ നിന്ന് മേടിക്കാൻ പേടിയായോണ്ടാണ്. മുളകെല്ലാം നമ്മൾ നല്ലപോലെ കഴുകി ഉണക്കി പൊടിച്ച് നമ്മൾ തന്നെ പൊടിക്കുന്നതാണ്. മാർക്കറ്റിൽ ചെമ്പാ പുട്ടുപൊടി എന്നും പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്, പക്ഷേ യഥാർത്ഥത്തിൽ ഇതല്ല ചെമ്പാ പുട്ടുപൊടി. ഇതല്ല. പക്ഷേ ഇത് ഞങ്ങൾ നാടൻ പുട്ടുപൊടി എന്നും പറഞ്ഞാൽ കൊടുക്കുന്നത്. ഇതിനാ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഇവിടെ. ഇത് വെച്ച് ഞാൻ അവലേസ് പൊടി ഉണ്ടാക്കുന്നുണ്ട്. അതും നല്ല ഡിമാൻഡാണ്. സാധാ പച്ചരിനേക്കാൾ ഇത്ര ഡിമാൻഡ് ഉണ്ടായിരുന്ന? അതെ. അതിനൊരു വേറൊരു ചാകരിയുടെ ഒരു ചുവയുണ്ട് സാധാ പച്ചരിക്ക് ഞങ്ങൾ കഴിക്കുമ്പോൾ. ഓക്കെ ഓക്കെ. ഇത് നമ്മുടെ സ്റ്റീമറാണ്. ഇതിലിപ്പോ മാഡം എന്തൊക്കെ ചെയ്യാറ്? മില്ലറ്റുകളൊക്കെ പിന്നെ ആവിയിൽ പുഴുങ്ങിയെടുക്കാറുണ്ട്. പിന്നെ അരി പുട്ടുപൊടിക്കും ഇടിയപ്പൊടിക്കും ഒക്കെ പുഴുങ്ങി സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. സാധാരണ ഇടിയപ്പം നമ്മൾ ഇതുവരെ സ്റ്റീം ചെയ്തേ ഞങ്ങൾ ഇടിയപ്പൊടി എടുത്തിട്ടുണ്ട്. ഇടിയപ്പൊടിക്ക് എന്നിട്ട് ഇവിടെ ഇഷ്ടക്കാരുണ്ട് അങ്ങനെ സ്റ്റീം ചെയ്ത് 50 കിലോന്റെ വറക്കണ മെഷീൻ. ഇതിൽ മസാലയും വറക്കാറുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ? ചമ്മന്തി എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നത് ചമ്മന്തിപ്പൊടി. ഇത് പ്രധാനമായിട്ട് അരിപ്പൊടിക്കൊക്കെ വേണ്ടി കൊടുക്കുന്നതാണ്. അച്ചാറുകൾക്ക് പോകുന്നുണ്ട്, പക്ഷെ എന്നാലും ഇങ്ങനെ വറക്കണ കാര്യം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ബീഫ് വറക്കണ ഒരു കാര്യം. കൊഞ്ച് മീൻ എല്ലാം ഇത് വറുത്തെടുക്കാം ആയിട്ടുണ്ട്. ഈ പൊട്ടുന്നതാണ് അതിൻ്റെ പരുവം. ഇത് എല്ലാവർക്കും ലാസ്റ്റ് വരുന്ന പോയിന്റ് മാർക്കറ്റ് ആണല്ലോ. അതെങ്ങനെ റെഡിയാക്കി എടുത്തേ? അത് ഇതെന്ന് പറയുന്നത് നമ്മൾ ആൾക്കാർ വന്ന് എടുത്ത് ഡിമാൻഡിലാണ് കൂടുതൽ. ഞാനാണെങ്കിൽ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങണമെന്ന് വിചാരിച്ചത്, പക്ഷേ ഔട്ട്ലെറ്റ് തുടങ്ങുന്നതിനേക്കാളും സാധനങ്ങൾ ഇവിടുന്ന് പോകുന്നുണ്ട്. പുതിയതായിട്ട് തുടങ്ങുന്ന ആൾക്കാരോട് എന്തെങ്കിലും പറയാനുണ്ടോ? പുതിയതായിട്ട് ഇതുപോലെ തുടങ്ങാൻ പോണ ആൾക്കാരുണ്ട്. നമുക്ക് ജോലിയില്ല, നമുക്ക് സമയം കിട്ടുന്നില്ല എന്നാണ് പലരും പറയുന്നത്. പക്ഷേ നമ്മുടെ ഇടവകയിൽ എന്ത് കാര്യം വന്നാലും എല്ലാ കാര്യത്തിനും ഞാൻ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ബിസിനസ് എനിക്കൊരു ഹാർഡ്വെയർ കടയുണ്ട്. അവിടെ ഞാൻ പോകും. രാവിലെ 11 മണി വരെ അവിടെ പോയിരിക്കും. രാവിലെ കുക്കിങ്ങും എല്ലാം കഴിഞ്ഞ് വീട്ടിലെ ജോലി ചെയ്യാൻ ചായം വേറെ ആരെയും നിർത്താൻ സമ്മതിക്കത്തില്ല. അതെല്ലാം ചെയ്തിട്ട് എല്ലാ കാര്യത്തിനും പോകാൻ നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് പറ്റും. പിന്നെ ജോലി ഇല്ല എന്നും പറഞ്ഞ് നിൽക്കേണ്ടുന്ന കാര്യമല്ല. എനിക്ക് നല്ല ഒരു ഏണിങ്സ് ഉണ്ട്. ആരുടെ മുമ്പിൽ കൈനീട്ടുണ്ടല്ലോ. ഓക്കെ, താങ്ക് യു. എന്തായാലും ഒരുപാട് സന്തോഷം. സാറാസിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങളെ കമ്പനീനെ വെച്ച് പരിചയപ്പെട്ടപ്പോൾ എന്താ തോന്നിയത്? ഞങ്ങളെ പറ്റി എന്താ തോന്നിയിട്ടുള്ളത്? നല്ല ഡീലിങ്സ് ഒക്കെ, നല്ല ഡീലിങ്സ്. ഓക്കെ, താങ്ക് യു.